നിങ്ങൾക്ക് അറിയാമോ? ഒന്ന് കമന്റ് ചെയ്യണേ. ഇത് ഏത് കവാടിയാണെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഇവർ കുറച്ച് ദിവസമായി ഒരു ഇളക്കം കാണുന്നുണ്ട്. ഞാനിത് ശ്രദ്ധിക്കാതെ വിട്ടത് അത്ര. ഇന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവനെ തള്ളാന്ന് വിളിച്ചു ഗൈസ്. ഇവനെ തള്ളാന്ന് വിളിച്ചത് കൊണ്ട് നിന്നോട് പറയാനുള്ളത്, എൻ്റെ മക്കൾ ഉണ്ട്, എന്നെ തള്ളാന്ന് വിളിക്കാം. നീ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട, എന്നെ തള്ളാന്ന് വിളിച്ചു. മനസ്സിലായടാ? ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഇവനെന്തിന്റെ കയപ്പാന്ന് എനിക്കറിയത്തില്ലടാ ഗൈസ്. ഇവന് വട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ലൂസ് ഉണ്ടോടാ നിനക്ക്? നീ ആയാലും ഡായ ആയാലും ഡി ആയാലും നിനക്ക് എന്തോ ഒരു ലൂസ്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോടാ? ഒരിക്കൽ പറയും ഇവന് അടിപൊളിയാണ്, പിന്നെ പറയും ഇവൻ ഞാൻ വിചാരിക്കും അന്യനെന്ന സിനിമയോ ഒരു 3 രൂപ മറന്നു അതുപോലെ ഇവർക്ക് പറയും നല്ല രസമുണ്ട്, സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും. പിന്നെ ഇവർക്ക് പറയും തള്ളയാണ്, തന്തയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇവരെന്തെങ്കിലും ലൂസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. പിന്നെന്ന് പറഞ്ഞാല് ഇവന്റെ ഫേസ് എന്താ വെക്കാത്തതിന്? ഇവന് ധൈര്യം ഇല്ലേ? ഇവൻ എന്തിന്റെ ഹാക്കറാ? ഉണ്ടപ്പരീന്റെ ഹാക്കറാ നീ? ഞാനൊന്നും പറയുന്നില്ല നിന്നോടൊക്കെ, പറഞ്ഞാൽ കൂടിപ്പോവും. മനസ്സിലായോ? ഫസ്റ്റ് പോയിട്ട് നിന്റെ ഫേസ് ഫസ്റ്റ് അങ്ങോട്ട് ഫിറ്റ് ചെയ്യും. എന്നിട്ട് ബാക്കി നീ പറയാൻ ഇങ്ങോട്ട് മെസ്സേജ് അയക്കാനായിട്ട്. പിന്നെ ഞാൻ കാണുന്നുണ്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ നീ മെസ്സേജ് അയച്ചാൽ അവര് നിന്നെ ഇട്ട് പേടിക്കുന്നത്. ഞാൻ ചുമച്ചുകൊണ്ട് നീ രക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എടാ പ്ലീസ് എടാ, നീ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്ന? ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ടൊക്കെ എന്തിനാണോ കഷ്ടപ്പെടുന്നത്? വെറുതെ ഇങ്ങനെയൊക്കെ അടിച്ചു വിട്ടിട്ട്. അപ്പം നിന്നോട് പറയാനുള്ളത്, അത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തോടാ. എന്തിനാണ് വെറുതെ പറയിപ്പിക്കുന്നത് നിന്നെക്കുറിച്ച്? അതുകൊണ്ടല്ല പറയുന്നത് ഞാൻ. എനിക്ക് നിന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചുമ കുത്തിപ്പോയി. അപ്പം നിന്നോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് അനങ്ങാതെ ഇരിക്കും. എന്തിനാ വെറുതെ വെക്കട്ടെ ഒന്ന് ആൾക്കാരെ എന്തിനാ പറയാൻ നിൽക്കുന്നടാ? നീ ഒന്ന് നന്നായി കൂടെടാ, ഒന്ന് നന്നായി കൂടെ. എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലാക്കിയെടുക്കും. പിന്നെ എന്നെ തള്ളെന്ന് വിളിക്കേണ്ട. നീ ആരായാലും എന്നെ തള്ളെന്ന് വിളിക്കേണ്ട. എന്നെ തള്ളെന്ന് വിളിക്കാൻ എൻ്റെ മക്കളുണ്ട് അല്ലേ, ഇവളുണ്ട്, എൻ്റെ മോനുണ്ട്. എനിക്ക് എന്നെ തള്ളെന്ന് വിളിക്കാനായിട്ട് എൻ്റെ മക്കളുണ്ട്. എനിക്ക് അത് മതി. ഇല്ല നീ വെറുതെ കഷ്ടപ്പെടണ്ട കേട്ടോ. ഇത്ര എനിക്ക് പറയാം. ബോയ് കവാടി മോനെ.